വചനം 17 വാക്കർത്ഥം. ഫകൈഫ എന്നാൽ എങ്ങനെയാണ്, തത്തഖൂന നിങ്ങൾ സൂക്ഷിക്കുക, ഇൻ കഫർത്തും നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിൽ, യൗമൻ ഒരു ദിവസത്തെ, യജ്അലു ആക്കുന്ന, അൽ വിൽദാന കുട്ടികളെ, ഷീബ നരച്ചവർ. فكيف تتقون إن كفرتم يوما يجعل الولدان شيبا എന്നാൽ നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിൽ കുട്ടികളെ നരച്ചവരാക്കുന്ന ഒരു ഭയങ്കര ദിവസത്തെ നിങ്ങൾ എങ്ങനെയാണ് സൂക്ഷിക്കുക? വചനം 18 വാക്കർത്ഥം. അസ്സമാഉ ആകാശം, മുൻഫത്തിറും ബിഹി അതുമൂലം പൊട്ടിപ്പിളർന്നതായിരിക്കും, കാന വഅദുഹു അവൻ്റെ വാഗ്ദത്തമാകുന്നു, മഫ്ഊല പ്രവർത്തിക്കപ്പെടുന്നത്, പ്രയോഗത്തിൽ വരുത്തപ്പെടുന്നത്. അസ്സമാഉ മുൻഫത്തിറും ബിഹി കാന വഅദുഹു മഫ്ഊല ആകാശം അതുമൂലം പൊട്ടിപ്പിളർന്നതായിരിക്കും, അവൻ്റെ അഥവാ അല്ലാഹുവിൻ്റെ വാഗ്ദത്തം പ്രവർത്തനത്തിൽ വരുത്തപ്പെടുന്നതുമാകുന്നു. വചനം 19 വാക്കർത്ഥം. ഇന്ന ഹാദിഹി നിശ്ചയമായും ഇത്, തദ്കിറത്തുൻ ഒരു ഉപദേശമാണ്, ഒരു ഉത്ബോധനമാണ്, വമൻ ഷാഅ അപ്പോൾ എന്നാൽ ആർ ഉദ്ദേശിക്കുന്നുവോ, വേണമെന്നു വച്ചവൻ, ഇത്തഖദ ഉണ്ടാക്കണം, ഏർപ്പെടുത്തട്ടെ, ആക്കട്ടെ, ഇലാ റബ്ബിഹി തൻ്റെ റബ്ബിങ്കലേക്ക്, സബീല മാർഗം, വല്ല വഴിയും. ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ശാഅ ഇത്തഖദ ഇലാ റബ്ബിഹി സബീല നിശ്ചയമായും ഇത് ഒരു മഹത്തായ ഉപദേശമാണ്, ആകയാൽ ആർ വേണമെന്ന് ഉദ്ദേശിക്കുന്നുവോ അവൻ തൻ്റെ റബ്ബിങ്കലേക്ക് ഒരു മാർഗം ഏർപ്പെടുത്തിക്കൊള്ളട്ടെ. വചനം 17 മുതൽ 19 വരെയുള്ളതിൻ്റെ വിശദീകരണം. അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷ ഒഴിവായി കിട്ടുവാനും അവൻ്റെ പ്രീതിയും അനുഗ്രഹവും ലഭിക്കുവാനും ഉദ്ദേശിക്കുന്നവർ അതിനുള്ള മാർഗം, അതെ സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിച്ചുകൊണ്ട് അവനെ അനുസരിച്ചു ജീവിക്കേണ്ടതാണ് എന്ന് സാരം. സൂറത്തിൻ്റെ ആരംഭത്തിൽ രാത്രിയുടെ പകുതി സമയമോ അല്ലെങ്കിൽ അല്പം ഏറിയോ കുറഞ്ഞോ നമസ്കരിക്കുവാൻ കൽപ്പിക്കുകയുണ്ടായല്ലോ. കുറേ കാലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സത്യവിശ്വാസികളും ആ കൽപ്പനയനുസരിച്ച് നമസ്കാരകർമ്മം നിർവഹിക്കുകയും ചെയ്തു വന്നു. അതിനുശേഷം അടുത്ത ആയത്ത് മുഖേന ആ കൽപ്പനയിൽ അല്ലാഹു ഇളവ് നൽകിയിരിക്കുകയാണ്. ഇളവ് നൽകുവാനുള്ള കാരണങ്ങളും ആ സുദീർഘമായ വചനത്തിൽ തന്നെ കാണാം.